ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് കക്കയും മുരിങ്ങക്കോലും എങ്ങനെ കറി ഉണ്ടാക്കുന്ന നോക്കാം. അതിന് വേണ്ട സാധനം കാണിച്ചു തരാം. ഒരു 200 ഗ്രാം കക്ക, 1/4 കിലോ മുരിങ്ങക്കോല്, പിന്നെ ഒരു കഷ്ണം ഉള്ളി, 5 പച്ചമുളക്, ഒരു തക്കാളി, അരമുറി തേങ്ങ, ഒരു 10 അല്ലി വെളുത്തുള്ളി. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി മുറിച്ച്, തക്കാളി, പച്ചമുളക്, ഇത് കറിവേപ്പില, തേങ്ങ ചെറിയ വെച്ചിട്ട് ഇനി ഇത് അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ചുകൊടുത്ത് ഗ്യാസ് കത്തിച്ച് ചൂടാകുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി, കടു പൊട്ടാനുള്ള ഇത് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാൻ പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ മതി. ഒരു 3/4 സ്പൂണ് കടുക്, കടുക് അതിന് വെളുത്തുള്ളി, വെല്ലുള്ളി, വെല്ലുള്ളി നല്ലോണം ചോക്കണ്ട. ഒരു കുറച്ച് വാടി കിട്ടുമ്പം പച്ചമുളക് ഇടാം. പച്ചമുളക് കുറച്ച് പച്ച മണം മാറുമ്പം തക്കാളി ഇട്ടിട്ട് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സോറി കേട്ടോ, ഉപ്പ് കക്കയിൽ ഉപ്പില്ല കാരണം കുറച്ച് ഉപ്പിട്ടാൽ മതി, പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. കക്കയിൽ നല്ല ഉപ്പുണ്ട്, അപ്പം അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടിട്ട് നല്ലോണം പച്ച മണമെല്ലാം മാറി വഴന്ന് വന്ന് അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നിച്ചിട്ട് കൊടുക്കാം. നല്ല മണം വന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ പച്ചമുളക്, തക്കാളി എല്ലാം വഴഞ്ഞിട്ട് ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, തേങ്ങയിൽ വെള്ളം ഉണ്ടായതും കൊണ്ട് 1 ഗ്ലാസ് വെള്ളം മതി. ഇപ്പം കക്ക വെന്തത് കൊണ്ട് കക്കയും മുരിങ്ങക്കോലും ഒന്നിച്ചിട്ട് കൊടുക്കാം. മുരിങ്ങക്കോലിൻ്റെ വേവേ ഇനി വേണ്ടു. മുരിങ്ങക്കോല് പകുതി വേകുമ്പം തേങ്ങ ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെക്കാം ഒരു 10 മിനിറ്റ്. ഇത് പൊരിയുണ്ട ഉണ്ടാക്കി വെച്ചത്, രാവിലത്തെ ഓർഡർ കാജ പൊരിയുണ്ട. എല്ലാ ബേക്കറി ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം എന്ത് വേണമെന്നുള്ളത്. എല്ലാ ഫുഡ് ഐറ്റംസും ഇട്ടുതരാം. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഉപ്പിട്ട് കൊടുക്കും. കറി റെഡിയായി.